ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മന്ന. സ്വലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മന്ന. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സമ്പൂർണ്ണ സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല. സമ്പൂർണ്ണ സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല. ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല. തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന ഭുജിക്കും. ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല. തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന ഭുജിക്കും. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കൂരിരുൾ താഴ്വര 23-ാം സങ്കീർത്തനത്തിൽ കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ മരണനിഴൽ താഴ്വര എന്നാണ് അർത്ഥമാക്കുന്നത്. ദ വാലി ഓഫ് ദ ഷെയ്ഡ് ഓഫ് ഡെത്ത്. ദ വാലി ഓഫ് ദ ഷെയ്ഡ് ഓഫ് ഡെത്ത്, മരണനിഴൽ താഴ്വര. കൂരിരുൾ താഴ്വര മരണനിഴൽ താഴ്വരയാണ്. നാം എല്ലാവരും ഈ മരണനിഴൽ താഴ്വരയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഏത് പ്രായത്തിലും മരണം വരാം, ഏത് പ്രായത്തിലും. ഇന്നപ്പോഴേ ഒരു ഇന്ന വിധത്തിലെ വരുമെന്നില്ല, ഒരു നിശ്ചയവുമില്ല, ഒന്നിനും നിശ്ചയവുമില്ല. ഒരിക്കൽ മലയാളത്തിലെ ഒരു നല്ല സുന്ദരമായ കവിത എഴുതുന്ന കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം പറഞ്ഞു, ഈ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട്, പ്രകൃതി സൗന്ദര്യം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ പ്രകൃതി എന്ത് സുന്ദരമാണ്, എന്ത് മനോഹരമാണ്, എന്തെല്ലാം കാഴ്ചകൾ, പക്ഷേ എല്ലാം എന്നെ വിട്ട് പോവുകയാണല്ലോ. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ. തയ്യാറാണ്, ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി.
ചെറുപ്രായത്തിൽ തന്നെ. ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ, പൂർവദിഗ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും, പശ്ചിമമ്പരത്തിലെ നീർപ്പൂന്തോട്ടങ്ങൾ പച്ചില ചാർത്തിൻ പഴുതിങ്കലൂടതാ കാണുന്നു. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ, മരണം ഭീതിയോടെ അദ്ദേഹം മരണത്തെ നോക്കിക്കണ്ടു. മരണത്തെ ഭീതിയോടെ നോക്കിക്കണ്ടു. മരണത്തെ ഭയപ്പാടോടെ നോക്കിക്കണ്ടു. എല്ലാവരും അതെ. മരണമെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകും, ഭയമുണ്ടാകും, സ്വാഭാവികമാണ്. വളരെ പ്രസിദ്ധനായ ഒരു മലയാള സാഹിത്യകാരനായിരുന്നു A.R. രാജരാജവർമ്മ. A.R. രാജരാജവർമ്മ മലയാള സാഹിത്യത്തിൽ വലിയ സംഭാവനകൾ ചെയ്തയാളാണ്. എന്ന് പറഞ്ഞാൽ മലയാളത്തിനൊരു വ്യാകരണം നിർമ്മിച്ചു തന്നു, മലയാളത്തിന് വൃത്തമഞ്ജരി എന്ന് പറഞ്ഞൊരു വൃത്തശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതുന്നു, അലങ്കാരത്തെക്കുറിച്ചുള്ളതായ പുസ്തകം എഴുതുന്നു. എല്ലാം സിദ്ധികളുള്ള മഹാനായ നല്ല സാഹിത്യകാരൻ മരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയ സുഹൃത്തായിരുന്നു കുമാരനാശാൻ. കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കേട്ട് കാണും. കുമാരനാശാൻ ഇദ്ദേഹം മരിച്ച് ശവസംസ്കാരത്തിന് ചെന്നു കാണാൻ. ചിതയിലിരിക്കുകയാണ്, ആ ശരീരം ചിതയിലേക്ക് വയ്ക്കുകയാണ്. ആശാൻ പറയുകയാണ്, കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ പുഷ്ടസ്ത്രീ തനുതാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ, സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പൂക്കസ്തമിക്കുന്നത്. ഇഷ്ടന്മാർ പിരിയുന്നു, ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഇവിടെ എല്ലാം തീരുന്നു. ഈ പട്ടടയിൽ, ഈ ചിതയിൽ എല്ലാം എരിഞ്ഞു തീരുന്നു. എന്ത് കഴിവുള്ള ആളായിരുന്നു, അത് തീരുന്നു ഇവിടെ. എന്ത് ജ്ഞാനമുള്ള ആളായിരുന്നു, തീരുന്നു ഇവിടെ. എന്ത് പാണ്ഡിത്യമുള്ള ആളായിരുന്നു, ഇവിടെ തീരുന്നു. ഈ ചിതയിൽ തീരുന്നു, എല്ലാം കത്തി തീരുന്നു. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ പുഷ്ടശ്രീ തനുതാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ, സ്പഷ്ടം മാനുഷകർമൊക്കെ ഇവിടെ പൂക്കസ്തമിക്കുന്നിതിങ്ങിഷ്ടന്മാർ പിരിയുന്നു. ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ശരിയായ ആധ്യാത്മിക പാഠശാലയാണ് ഇവിടം. ഈ ശവപ്പറമ്പ് ആധ്യാത്മിക പാഠശാലയാണ്. എല്ലാവരും എല്ലാം തീരുന്നത്, എല്ലാം തീരുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കവിത പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകും, നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. എല്ലാം തീരും. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ ബി.എഡിന് എന്നെ പഠിപ്പിച്ച ഡോക്ടർ സുകുമാർ അരീക്കോട് വലിയ സാഹിത്യകാരനാണ്. എനിക്കത് വലിയ ബഹുമാനമായിരുന്നു, അത് എന്നെ വലിയ വാത്സല്യവുമായിരുന്നു. അദ്ദേഹം രോഗാതുരനായിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പോവുകയാണല്ലോ, തീരുകയാണല്ലോ, എന്തു വലിയ പാണ്ഡിത്യം. ആ തല മുഴുവൻ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു, മഹാപാണ്ഡിത്യം. സംസ്കൃത സാഹിത്യത്തിൽ, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ ഒരുപോലെ വിജ്ഞാനം കിട്ടിയ ആൾ. എന്തുമാത്രമാണ് അദ്ദേഹം വായിച്ചു കൂട്ടിയത്. അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ അതിൻ്റെ പുസ്തകശേഖരം കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. എന്തുമാത്രം പുസ്തകങ്ങൾ, എല്ലാം വായിച്ചു തീർക്കും. ഓരോ 3-ാം വർഷവും വീണ്ടും വായിച്ച പുസ്തകങ്ങൾ. അങ്ങനെ വളരെ ചിട്ടപ്പെട്ട് വായിക്കുന്ന ആളായിരുന്നു. മഹാപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതൻ. പക്ഷേ തീർന്നുപോയില്ലേ? ആളങ്ങ് പോയതോടുകൂടി എല്ലാം തീർന്നില്ലേ? പാണ്ഡിത്യമുണ്ട്, മഹാജ്ഞാനമുണ്ട്, തത്വശാസ്ത്രത്തിൽ നല്ല നല്ല നിറഞ്ഞ അറിവുണ്ട്. പക്ഷെ പോയില്ലേ? മരണത്തിനിഴൽ താഴ്വര. നോക്കിവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെല്ലാം ഉണ്ട്. പേരുണ്ടായിരിക്കും, പെരുമയുണ്ടായിരിക്കും, ധനമുണ്ടായിരിക്കും, സമ്പത്തുണ്ടായിരിക്കും, സൗകര്യങ്ങളുണ്ടായിരിക്കും, സാഹചര്യങ്ങളുണ്ടായിരിക്കും, പ്രിയപ്പെട്ടവരുണ്ടായിരിക്കും, ബന്ധുബലം എല്ലാം ഉണ്ട്. ഏതെങ്കിലും കാര്യം വന്നാൽ ഓടിച്ചെന്ന് രൂപ ചോദിക്കാൻ പറ്റിയ ആളുകളുണ്ടായിരിക്കും. പക്ഷേ എല്ലാം ഇന്ന് ഈ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം ഇന്ന് ഈ ഭൂമിയിൽ വെച്ചുണ്ട്. പക്ഷേ എല്ലാം തീരും ശവക്കുഴിയിൽ, എല്ലാം തീരും ശവപ്പറമ്പിൽ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറുതെ കേട്ടു പോകരുത്. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അവനവൻ്റെ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുന്നത്. ഞാനങ്ങനെ ചിന്തിക്കുന്നത്. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് കണ്ണടയും. പിന്നെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, നിങ്ങൾക്കവർക്ക് ഇവിടെ വരുന്ന കൂട്ടായ്മയിലുള്ള ദൈവങ്ങൾക്ക് എന്നെ സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും എന്നെക്കുറിച്ച് വളരെ ഒരു ആദരവും ഒക്കെയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? തീർന്നില്ലേ? മരിക്കുന്നതോടുകൂടി തീർന്ന് എല്ലാം തീരല്ലേ? അതൊന്നും അക്കരയ്ക്ക് കൊണ്ടുപോയില്ലല്ലോ.
എല്ലാവരുടെയും ആദരവ് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ എല്ലാം പോയില്ലേ? യേശു ക്രിസ്തു എന്ന നിത്യധനം എനിക്ക് ഹൃദയത്തിലില്ലെങ്കിൽ എന്തെല്ലാം പൂജ്യമല്ലേ? ക്രിസ്തു എന്ന ധനം, ക്രിസ്തു എന്ന സമ്പത്ത്, മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. അബ്ശാലോം ദാവീദിനെ വേട്ടയാടി, ശൗൽ രാജാവ് ദാവീദിനെ വേട്ടയാടി കൊല്ലാൻ നോക്കി. ശൗൽ രാജാവ് സൈന്യത്തെ മുഴുവൻ ദാവീദിനെതിരെ അയച്ചു, സൈന്യത്തെ മുഴുവനും അയച്ചു. സൈന്യം മുഴുവനും ദാവീദിൻ്റെ പുറകെ ചെന്നു. ദാവീദ് എന്ത് ചെയ്യും? ഒരു 10-40 പേരുണ്ടായിരുന്നു. അവരെയും കൊണ്ട് ദാവീദ് അങ്ങ് കാടും മലയും കടന്നുകൂടി രക്ഷപ്പെട്ടു, ജീവരക്ഷാർത്ഥം. രാജാവാണ്, കൊട്ടാരക്കെട്ടിൽ കിടന്നവനാണ്, നല്ല സുഖശയ്യയിൽ കിടന്നവനാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് കിടക്കുന്നത് അവൻ വെറും തറയിൽ, കല്ലും പൂഴിയുമുള്ള ഒരു ഗുഹയ്ക്കകത്ത് പ്രാണരക്ഷാർത്ഥം ഓടിയതാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഓരോ ദിവസവും എന്തെല്ലാം വാർത്തകളാണ് നാം കേൾക്കുന്നത്. ഞെട്ടിപ്പോകുന്നു, സങ്കടമുണ്ട്. ഓർത്തുകൊള്ളൂ, ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും മരണം വരുന്നത്. നാം ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടിയായിരിക്കും മരണം വരുന്നത്. അങ്ങനെ വഴിയിൽ കൂടി വരുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം എല്ലാവരും മരണനിഴൽ താഴ്വരയിൽ കൂടി പോകുന്നവരാണ്. മരണത്തിൻ്റെ നിഴലുള്ള താഴ്വര. പ്രിയപ്പെട്ടവർ വിട്ടുപോയവർക്കറിയാം അതിൻ്റെ വേദന. പ്രിയപ്പെട്ടവർ വിട്ടുപോയവർ, അപ്പൻ മരിച്ചു പോയവർക്കറിയാം അതിൻ്റെ വേദന, അമ്മ മരിച്ചു പോയവർക്കറിയാം അതിൻ്റെ വേദന, ഭർത്താവ് മരിച്ചു പോയവർക്കറിയാം അതിൻ്റെ വേദന. മരണനിഴൽ താഴ്വര. മക്കൾ നഷ്ടപ്പെട്ടു പോയവർക്കറിയാം അതിൻ്റെ വേദന. ചിന്തിക്കാൻ പറ്റില്ല. ഓർത്തോർത്തിരുന്ന് കരയാവുന്നല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെന്നോട് പറഞ്ഞു, സാറേ, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേറെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. മക്കൾ വിദേശത്താണ്, ഞങ്ങൾക്ക് വേലക്കാരുണ്ട്, സൗകര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്, അകത്ത് പോയിട്ടില്ല. ഞാൻ റോഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. മനോഹരമായ ഭവനം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ നോക്കിയപ്പോൾ അവൾ പയ്യെ ചാഞ്ഞ് വരുന്നു എൻ്റെ ദേഹത്തേക്ക്. സാർ, ഞാൻ നോക്കിയപ്പോഴേക്കും അവൾ തീർന്നു, മരിച്ചു കഴിഞ്ഞിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിഴുങ്ങുന്നു, ഗദ്ഗതം, തൊണ്ടയിടറുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർക്കാനില്ലേ നോക്ക്? മരണനിഴൽ താഴ്വര. മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. മരണനിഴൽ താഴ്വരയിൽ കൂടി നടക്കും. അഹരോൻ്റെ മരണശേഷം മോശ അഹരോൻ്റെ ശവക്കുഴിയിൽ നിന്നുകൊണ്ട്, ശവക്കുഴി അരികത്ത് നിന്നുകൊണ്ട്, അഹരോൻ്റെ സംസ്കാര സമയത്ത് മോശ പാടിയ സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. 90 സങ്കീർത്തനം. മോശ ഒരു സങ്കീർത്തനം പാടുകയാണ്. മോശ അവിടെ നിന്നുകൊണ്ടൊരു വിലാപഗാനം പാടുകയാണ്. വിലാപഗാനം, ഒരു ശോകഗാനം പാടുകയാണ്. സ്വന്തം സഹോദരൻ, ജ്യേഷ്ഠൻ, 3 വയസ്സ് പ്രായം കൂടുതലുള്ള അഹരോൻ്റെ ആ ശവസംസ്കാര സമയത്ത് ശവക്കുഴി അരികത്ത് നിന്നുകൊണ്ട് മോശ പാടുന്ന സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം. വായിക്കൂ 90 സങ്കീർത്തനം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. മോശ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഇപ്പോൾ എനിക്ക് 120 വയസ്സായി, അഹരോന് 123 വയസ്സായി. ഒരു ചുരുങ്ങിയ കാലമല്ലേ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. എന്നാൽ നീ തലമുറയായി എത്രയെത്ര ആളുകളെ നീ കണ്ടു, എത്രയോ പേര് ജനിച്ചു, എത്രയോ പേര് മരിച്ചു. തലമുറയായി നിങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ. എനിക്ക് 120 വയസ്സ്, എൻ്റെ ചേട്ടന് 123 വയസ്സ്, അതല്ലേ ആയുള്ളൂ. കർത്താവിന് തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതം ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. ഭൂമിയിലേക്ക് തൽക്കാലം അയച്ചതാണ്, തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നിനക്ക് ഇതൊരു യാത്രയിലൊരു യാമം പോലെ. 1000 സംവത്സരം ഒരു യാമം പോലെ. ഒരു ദിവസത്തിന് രാത്രിക്ക് 4 യാമങ്ങളുണ്ട്. സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 4-ാം യാമം. ഒരു 3 മണിക്കൂർ നേരം. ഇതാ 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ, ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. യാമം ചുരുങ്ങിയ മിനിറ്റുകൾ, ചുരുങ്ങിയ മണിക്കൂറുകൾ. ദൈവത്തിന് അത്രയേ ഉള്ളൂ.
നിങ്ങളിത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തകൾ പാഞ്ഞു പോകണം. എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? കർത്താവേ, അബ്രഹാം പിതാവിന് ശേഷം പിന്നീട് ഇസാക്കുണ്ടായി, ഇസാക്കിന് ശേഷം യാക്കോബുണ്ടായി, യാക്കോബിന് ശേഷം യൗസേപ്പുണ്ടായി, യൗസേപ്പിന് ശേഷം 430 വർഷം കഴിഞ്ഞ് മോശയുണ്ടായി. ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു. എല്ലാം സ്വർഗത്തിലെ ദൈവം എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തർ ജനിക്കുന്നു, മരിക്കുന്നു, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അബ്രഹാം മരിച്ചു, ഇസാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, യോസേഫ് മരിച്ചു. പിന്നെ ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. 1000 സംവത്സരം ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ, രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്ര ക്ഷണികമാണ് നമ്മുടെ ജീവിതം. പിന്നെ നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു. വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയല്ലേ നമ്മുടെ ജീവിതം? തഴച്ചു വളരുന്നു, നല്ല ആരോഗ്യം, നല്ല പുഷ്ടി, നല്ല ഓജസ് എല്ലാം ഉണ്ട്. പക്ഷേ എത്ര പെട്ടെന്നാണ് എല്ലാം കെട്ടുപോകുന്നത്? എല്ലാം തീരുന്നു. ഇതാ നിശ്ചലനായി കിടക്കുന്നു, നിശബ്ദനായി കിടക്കുന്നു. വരുന്നവരാരെല്ലാം ഒന്ന് നോക്കാൻ പറ്റുന്നില്ല, ആരെല്ലാം ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. എല്ലാം കണ്ണെല്ലാം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, കാതടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലച്ചു പോയിരിക്കുന്നു, ചലനമില്ല. എന്ത് കരുത്തനായ മനുഷ്യനായിരുന്നു, അരോഗ ദൃഢഗാത്രൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നല്ലോ. ഇത് തീർന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. എന്നും നെടുവീർപ്പേ ഉള്ളൂ, എന്നും ദുഃഖമേ ഉള്ളൂ, എന്നും യാതനയുള്ളൂ, എന്നും വേദനയുള്ളൂ. സംവത്സരങ്ങളിൽ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 70 വർഷം അല്ലെങ്കിൽ 80 വർഷം കൂടി വരട്ടെ, ഒരു 90 95 അല്ലെങ്കിൽ 100 ആകട്ടെ സാധാരണഗതിയിൽ. അതിനു മുമ്പ് മനുഷ്യരെല്ലാവരും തന്നെ മിക്കവാറും എല്ലാവരും തന്നെ മരിച്ചു പോയി കഴിഞ്ഞിരിക്കും. അപൂർവം പേര് 100 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ ഭൂമിയിലുള്ള നമ്മളിന്ന് ഈ ഹോളിലുള്ള എത്ര പേര് ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാണും? സാധാരണഗതിയിൽ അല്ല, ഒരു 20 വർഷം കഴിഞ്ഞാൽ എത്ര പേര് കാണും? ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിക്കുകയാണ്, ഞാനിതൊക്കെ ചിന്തിക്കും, ചിലപ്പോഴിന്ന് ചിന്തിക്കും, തനിയെ ചിന്തിക്കും. ഞാൻ 60 വയസ്സുള്ളപ്പോഴാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അന്ന് കോളേജിൽ വളരെ ഉത്സാഹം, പിള്ളേരുടെ കാര്യത്തിലും ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഉത്സാഹം. ഇന്നോ കോളേജ് ഒരു ചിന്താവിഷയമാകുന്നില്ല, അത് ചിന്താവിഷയമേ അല്ല. ദൈവത്തിന് സ്തോത്രം. ആര് വരുന്നു, ആര് പോകുന്നു, ആര് റിട്ടയർ ചെയ്യുന്നു, ഒന്നും ചിന്താവിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഇത്രയ്ക്കേ ഉള്ളൂ. നാം ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എല്ലാം വിട്ടുപോകും. ഞാൻ പ്രിൻസിപ്പലിൻ്റെ കസേരയിലിരുന്നു. അന്ന് എൻ്റെ ഒപ്പിന് വിലയുണ്ടായിരുന്നു. ഇന്നോ ഒപ്പിട്ട് ആർക്ക് വേണം ഈ ഒപ്പിന് വിലയില്ല. അന്ന് ഒരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിടുമ്പോൾ ആ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വിലയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫയൽ ഒപ്പിടുമെങ്കിൽ അതിന് വിലയുണ്ട്. ഇന്നോ ഒന്നുമില്ല. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിലയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യാവസ്ഥ. ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവൻ നിസ്സാരനാണ്, അവൻ ക്ഷണികനാണ്, അവൻ അല്പപ്രാണിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വഴി നാം മഹത്വപ്പെടട്ടെ. നിങ്ങളിതെല്ലാം കേൾക്കുമ്പോൾ വെറുതെ കേട്ടുപോകരുത്, ചിന്തിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേൾക്കുന്നു. എൻ്റെ കർത്താവേ, നാളെ പ്രഭാതത്തിൽ ഞാൻ ഈ ഭൂമിയിലുണ്ടോ? നീ അറിഞ്ഞുകൂടല്ലോ. ഇന്ന് കർത്താവേ, നിൻ്റെ വചനം ഞാൻ കേൾക്കുന്നു, നിൻ്റെ ഈ ശബ്ദം ഞാൻ കേൾക്കുന്നു. കർത്താവേ, നാളെ ഞാൻ ഈ ഭൂമിയിലുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. കർത്താവേ, ഞാൻ അറിയുന്നില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളോർക്കൂ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. ഏറെയായാൽ 80 സംവത്സരം. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 39 സംഘത്തിൽ വായിക്കുമ്പോൾ കാണാം. 39 സംഘത്തിൽ പറയും, 4 വാക്യം മുതൽ, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. യഹോവേ, എൻ്റെ അവസാനത്തെയും
എൻ്റെ ആയുസ് എത്രയെന്ന് നീ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയും ഇരിക്കുന്നു. ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. മനുഷ്യരൊക്കെയും ഒരു നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു. മനുഷ്യൻ ധനം സമ്പാദിക്കുന്നുണ്ട്. ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ആരനുഭവിക്കുന്ന അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്ന അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ വേദപുസ്തകം നമ്മുടെ അലമാരിയിലിരിക്കും, അല്ലെങ്കിൽ മേശയിലിരിക്കും. നമുക്ക് പോകും. നമ്മുടെ ഷർട്ടുകൾ, നമ്മുടെ അല്ലെങ്കിൽ സാരികളോ, അതെല്ലാം അവിടെ പെട്ടിക്കകത്തിരിക്കും. അതെല്ലാം ഞാനെന്ന് പറയുന്ന മനുഷ്യൻ പറന്നു പോകും, ഇല്ലേ? നമുക്ക് ഉണ്ട് എന്ന് കരുതുന്നതായി എല്ലാം ഇവിടെ പോകും, ഇവിടെ തീരും. കൂടെ പോരാൻ ആരുണ്ട്? കർത്താവായ യേശു മാത്രം. സ്തോത്രം. യേശു കൂടെ പോരും. നിങ്ങൾ വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവരെ? കാരണം നാം വിശ്വാസിയാണെങ്കിൽ, ഞാൻ വിശുദ്ധനാണെങ്കിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ശവക്കുഴിയിൽ മയങ്ങുന്നു, ഉറങ്ങുന്നു, ശവക്കുഴിയിൽ നിദ്രകൊള്ളുന്നു. എന്നാൽ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അത് പക്ഷേ പൊടിയായി കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ അത് പക്ഷേ ചാരമായി തീർന്നിരിക്കും. അറിയാൻ പാടില്ല, എങ്ങനെയാണ് മരിക്കുന്നത് അറിയാൻ പാടില്ലല്ലോ. ഒരുപക്ഷെ ആ ശവശരീരം വെള്ളത്തിൽ പോയി, അതുപോലെ മീനുകളോ മറ്റോ ഒഴുകിക്കഴിഞ്ഞുമോ അറിയാൻ പാടില്ല. പക്ഷേ അന്ന് കർത്താൻ രണ്ടാമത്തെ ഒരു എല്ലാം ഒരുമിച്ച് കൂടും. പഴയ ആകൃതിയിൽ, പഴയ മുഖച്ഛായയിൽ, പഴയ ആളായി ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, അതാണ് നമുക്കുള്ളതാകെ പ്രത്യാശ. ഇവിടെ നിന്ന് കടന്നു പോയാലും യേശു വീണ്ടും വരുമ്പോൾ ഞാനും പറന്നുയരും. അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം കാണും. കർത്താവിന് സ്തോത്രം. നാം വിശുദ്ധരാണെങ്കിൽ, നമ്മൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ, അവരെ നാം കാണും. കർത്താവിന് സ്തോത്രം. ശരണത്താൽ ഏതിൻ കൃപയിൽ മരണമടഞ്ഞ ദാസരെ അന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കാണും. ദൈവത്തിൻ്റെ ശരണത്തിൽ മരിച്ചുപോയവരെ, അവരെ നാം കാണും. നാം കൃപയുടെ ശരണത്തിൽ മരിച്ചു പോയാൽ, അല്ല ഇന്നത്തെ രീതിയിൽ നാം പാപം ചെയ്ത് ജീവിച്ച് മരിച്ചു പോയാലോ, പാപം മാറാതെ, അകൃത്യം മാറാതെ, ലംഘനം ക്ഷമിക്കപ്പെടാതെ ഈ ഭൂമിയിൽ നാം കടന്നു പോയാലോ, സംഭവിക്കുന്നതാണ്, നാം ആ കല്ലറയിൽ തന്നെ കിടക്കും. ആ ശവകുഴിയിൽ തന്നെ കിടക്കും. ആ കല്ലറ തുറക്കുകയില്ല. ആ കല്ലറ തുറക്കുന്നൊരു ദിവസമുള്ളത് രണ്ടാമത്തെ പുനരുത്ഥാനമാണ്. അത് ആത്മാവിൻ്റെ മരണമാണ്, എന്നേക്കുള്ള മരണമാണ് രണ്ടാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് കിട്ടണം. ഇന്ന് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായി ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടണം. എൻ്റെ ശരീരം വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കുമെന്ന് ഉറപ്പ് കിട്ടണം. വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ, വിശുദ്ധന്മാരായി വാങ്ങിപ്പോയവർ ഉയർത്തെഴുന്നേറ്റ് പറക്കുമ്പോൾ, ആ കൂടെ ഞാനും ചേരും. ആ സംഘത്തിൽ ഞാനും ചേരും. അന്ന് അബ്രഹാം പിതാവിനെ ഞാൻ കാണും. ഞാനന്ന് നോഹയെ കാണും. അന്ന് ഞാൻ മോശയെ കാണും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് വിശുദ്ധന്മാരെ കാണും. അന്ന് പത്രോസിയായി കാണും, പൗലോസിയായി കാണും. അന്ന് തോമസിയായി കാണും, യോഹന്നസിയായി കാണും. ദൈവത്തിന് സ്തോത്രം. അന്ന് വിശുദ്ധന്മാരെ കാണും. ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഞങ്ങളെ ആത്മീയം പഠിപ്പിച്ച ഞങ്ങളുടെ പപ്പായെ കാണും. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ പ്രത്യാശയുണ്ടോ? എപ്പോൾ കടന്നു പോയാലും, എൻ്റെ കർത്താവേ, നിന്നിൽ ശരണത്താൽ ഞാൻ കടന്നു പോകും. നിന്നിൽ ആശ്വസിച്ച് ഞാൻ കടന്നു പോകും. നിൻ്റെ ആശാബന്ധത്തിൽ ഞാൻ കടന്നു പോകും. നിൻ്റെ ശരണത്തിൽ ഞാൻ കടന്നു പോകും. കർത്താവേ, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി അങ്ങനെ നിൻ്റെ വരവിന് കാക്കുന്ന വ്രതന്മാരുടെ കൂട്ടത്തിൽ ഞാനും ചേരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കണം, എല്ലാം പോകട്ടെ, എല്ലാം പുറകിലേക്ക് മാറട്ടെ, നമ്മുടെ ഭൗമിക ചിന്തകളെല്ലാം മാറട്ടെ. ഒരേ ഒരു ചിന്ത, കർത്താവേ, എൻ്റെ മരണത്താഴ്വരയിൽ കൂടി ഞാൻ പോയാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോട് ഇരിക്കുന്നുവല്ലോ. എൻ്റെ ഹൃദയത്തിൽ നീയുണ്ട്. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ നീയുണ്ട്. നീ എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ട്. കർത്താവേ, ഇന്ന് കർത്താവേ, ഞാൻ തിരുമുമ്പാകെ വരുമ്പോൾ ഞാൻ ലജ്ജയോടെ ഓർക്കുന്നു, എത്രയോ കാലം നീ എൻ്റെ പിന്നാലെ എൻ്റെ ഹൃദയത്തിൽ വരാൻ നീ ആഗ്രഹിച്ച് നടന്നു. എത്രയോ കാലം എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിച്ചു. ഞാനോ നിനക്ക് തുറന്നു തന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ സാക്ഷാ തുറന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്ന് ഇതാ ഞാൻ നിന്നെ എതിരേൽക്കുകയാണ്. യേശുവേ, ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നാഥ, ഇന്ന് എൻ്റെ ഈ ഹൃദയത്തിലേക്ക് വന്ന്, ഈ പാപിയായ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ വിശുദ്ധനാക്കി തീർക്കണമേ. കർത്താവ്, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വിശുദ്ധനായി ഞാൻ ജീവിക്കും. കർത്താവ്, ഒരു വിശുദ്ധനായി ജീവിക്കും.
എനിക്ക് സഭാഭേദമില്ല, സമുദായ വ്യത്യാസമില്ല കർത്താവേ. എനിക്ക് അതൊന്നും വേണ്ട, ഒന്നും അല്ല എൻ്റെ വിഷയം അതല്ല. എനിക്ക് ആകെ ഒരു വിഷയമേ ഉള്ളൂ. എനിക്കൊരു വിശുദ്ധനായി തീരണം, യേശുവിൻ്റെ വിശുദ്ധനായി തീരണം, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വരണം. നാഥാ, എൻ്റെ ഹൃദയവാതിലിൻ്റെ പൂട്ടി ഞാൻ ഇതാ തുറക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൻ്റെ സാക്ഷി ഞാൻ തുറക്കുന്നു, ആ ഹൃദയത്തിൻ്റെ കുറ്റി ഞാൻ തുറക്കുന്നു. വാതിലിതാ ഞാൻ തുറന്നു വയ്ക്കുന്നു. യേശുവേ, കടന്നു വരണമേ. നാഥാ, എഴുന്നള്ളി വരണമേ. ഈ അശുദ്ധനായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദ്രവ്യാഗ്രഹിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദുശ്ശീലങ്ങളുടെ അടിമയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അനേകം ദുസ്വഭാവമുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. കോപവും വാശിയും വാഗ്വാദവും എല്ലാ വിധത്തിലായി തിന്മയുമുള്ള ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അശുദ്ധിയും തിന്മയും ദുഷ്ടതയും വഞ്ചനയും കളവുമുള്ള ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, ഈ അഹങ്കാരിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നാഥാ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുന്നുണ്ട്, യേശുവേ എഴുന്നള്ളി വരണമേ എന്നാരെല്ലാം പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ, കടന്നു വരണമേ എന്നാരെല്ലാം പറയുന്നുണ്ട്. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇന്ന് നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ നിൻ്റെ വിശുദ്ധനായി ഞാൻ ജീവിക്കും എന്നാരെല്ലാം വാക്ക് പറയുന്നുണ്ട്. യേശുവേ, നിൻ്റെ പരിശുദ്ധനായി ഞാൻ ജീവിക്കും. നാഥാ, നിൻ്റെ പരിശുദ്ധനായി ഞാൻ ഇന്നു മുതൽ ഞാൻ ജീവിക്കും. നിങ്ങൾ വാക്ക് പറയുക, വാക്ക് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനമുള്ളവർ, ക്രിസ്തുവിനെ ക്ഷണിക്കുന്നവർ, ക്രിസ്തുവിനെ എതിരേൽക്കുന്നവർ കൈകൾ ഉയർത്തട്ടെ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹര നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ്റെ നാഥ, അവിടെ ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നതിനായി സ്തോത്രം. അവിടെ നിങ്ങൾ കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് വീശിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ ലോക ജീവിത നശ്വരമാണ് നിങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ കരത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ മക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. മനം നൊന്തിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ദുഃഖിതരായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, മുന്നോട്ടൊരു വഴി കാണാതെ അലഞ്ഞ് വിഷമിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ആകുലഭാരത്തോടെ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ എൻ്റെ കർത്താവേ, വിവിധ രീതിയിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ മനസ്സ് വലഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, രോഗത്താൽ ബന്ധിതരായിരിക്കുന്നുണ്ടല്ലോ കർത്താവേ, എല്ലാവരെയും എൻ്റെ കർത്താവേ, എല്ലാവരെയും ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരെയും, ഈ പ്രാർത്ഥനയിൽ കൂടുന്ന എല്ലാവരെയും നാഥാ, തൃക്കരം നീട്ടി ഒന്ന് തൊടണമേ. ഹല്ലേലൂയ. യേശുവേ, ഈ മക്കളെ തൊടണമേ. ഹല്ലേലൂയ. അപ്പോൾ ഈ മക്കളുടെ മേൽ തൃക്കരം തൊടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കരുണയുള്ള കർത്താവേ, മനസ്സലിയണേ അപ്പോൾ പരിശുദ്ധാത്മാവേ ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ പൊരുന്നി ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ ഈ മക്കളുടെ മേൽ പകരണമേ. കൃപ പകരണമേ, അനുഗ്രഹം പകരണമേ, ശക്തി പകരണമേ, തീജ്വാല പകരണമേ, തീയാൽ ജ്വലിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.